ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലത്ത് ദേവസ്വം മന്ത്രിമാരായി കൈകാര്യം ചെയ്തടക്കം വലിയൊരു കൊള്ളസംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഓരോ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും തെളിഞ്ഞു വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന് നിൽക്കുന്നതുകൊണ്ട് UDF ഇതിനെ മുതലാക്കാൻ ശ്രമിച്ചാൽ UDFന്റെ പങ്കം വരും ദിവസങ്ങളിൽ തന്നെ തെളിയുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കടകംപള്ളിക്ക് എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടായ തിരുവനന്തപുരത്തുള്ള കരിക്കകത്തുള്ള വീട്ടിലേക്ക് BJP പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷനായ ശ്രീ കരമന ജയൻ സംസാരിക്കുകയാണ്. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ കവർച്ച, അതും ശ്രീ ധർമ്മശാസ്താവിന്റെ ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ, അയ്യപ്പന്മാർ വന്ന് തൊഴുതു പോകുന്ന ശബരിമലയുടെ ശ്രീ അയ്യപ്പസ്വാമിയുടെ വാതിൽപ്പാളി തന്നെ മോഷ്ടിച്ച ഒരു ചരിത്രം ആദ്യമായിട്ടാണ് നാം കേൾക്കുന്നത്. ഇതിനെ ഒരു സാധാരണ കൊള്ളയായി ഭാരതീയ ജനതാ പാർട്ടി കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേവലം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗം മാത്രമായിട്ടും കാണുന്നില്ല. ഇതിനെതിരെ സമരം ചെയ്യുന്നു എന്ന് പ്രഹസനം കാണിക്കുന്ന ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDFനടക്കം കഴിഞ്ഞ കാലത്ത് ദേവസ്വം മന്ത്രിമാരായി കൈകാര്യം ചെയ്തടക്കം ദേവസ്വം പ്രസിഡന്റ് അടക്കം ദേവസ്വം മെമ്പർമാരടക്കം വലിയൊരു കൊള്ളസംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഓരോ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും തെളിഞ്ഞു വരുന്നത്. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കൊള്ളയല്ല. ഇത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധിയെ വരെ പങ്കുണ്ട് എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തില് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന് നിൽക്കുന്നതുകൊണ്ട് UDF ഇതിനെ മുതലാക്കാൻ ശ്രമിച്ചാൽ UDFന്റെ പങ്കം വരും ദിവസങ്ങളിൽ തന്നെ തെളിയുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. ഇവിടെ പലരെയും അറസ്റ്റ് ചെയ്തു. ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യാതെ ചിലരെയൊക്കെ ചോദ്യം ചെയ്യൽ ഒരു ചടങ്ങ് നടത്തി പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യവും ഇതിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. സത്യസന്ധമായിട്ടുള്ള അന്വേഷണം ഇത് നടക്കുമോ എന്ന് അയ്യപ്പ ഭക്തന്മാർക്ക് സംശയം വന്നു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മുൻ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന് തന്നെ നേരിട്ട് ബന്ധമുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ തെളിവ് കിട്ടിയിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ അദ്ദേഹത്തെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കേരളീയ സമൂഹം ഞെട്ടലോടെ കാണുന്നത്. ഇതുപോലെ ബന്ധമുള്ള മുൻ ദേവസ്വം മന്ത്രിമാരും ദേവസ്വം പ്രസിഡന്റുമാരടക്കം എല്ലാവരെയും ഈ കവർച്ചയ്ക്ക് പിന്നിൽ കളിച്ചിട്ടുള്ള നിഗൂഢ ശക്തികളെ മുഴുവൻ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് ഇറങ്ങുന്നത്. കടകംപള്ളി സുരേന്ദ്രന്റെ വസതിയിലേക്ക് മാത്രമല്ല, പത്മകുമാറിന്റെയും ഇതിൽ പിന്നിൽ കളിച്ചിട്ടുള്ള എല്ലാ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരും ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയൊക്കെ വസതികളിലേക്ക് വരും ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി മാർച്ച് ചെയ്യുകയാണ്. കേരളീയ സമൂഹത്തിനെയും അയ്യപ്പ ഭക്തന്മാരെയും അവരുടെയൊക്കെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഇത് പൊതുജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരം സമരങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. കഴക്കൂട്ടം നിയോജക മണ്ഡലം കേന്ദ്രമാക്കിയാണ് ഈ സമരം നടക്കുന്നത്. ഇത് BJP സംസ്ഥാന കമ്മിറ്റിയും നിശ്ചയിച്ച് ജില്ലാ കമ്മിറ്റിയുടെ പിന്തുണയോടുകൂടിയാണ് ഈ സമരം നടക്കുന്നത്. അറസ്റ്റ് ചെയ്യൂ
എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കൊള്ള നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി അറിയാതെ ഇത്തരത്തിലുള്ള കവർച്ചാ ശ്രമങ്ങൾ ഒന്നും തന്നെ ശബരിമലയിൽ നടക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിയെ ചോദ്യം ചെയ്താൽ മാത്രം പോരാ, അഴിയെണ്ണിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് BJP നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.